കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വാദം പൂർത്തിയായെന്ന വാർത്തയാണത്. പ്രതികൾക്ക് പറയാനുള്ളത് ഈ മാസം 26 മുതൽ കേൾക്കും. നവംബറിൽ ഈ കേസിന്റെ വിധി പറഞ്ഞേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ കാലങ്ങളായി ഈ കേസിൽ വാദം നടക്കുകയാണ്. ആ വാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിലെ വാദം പൂർത്തിയായി എന്നുള്ളതാണ്. അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പൂർത്തീകരിച്ചു. ആകെ 261 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചിട്ടുള്ളത്. നവംബറിൽ കേസിൽ വിധി പറഞ്ഞേക്കും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. പക്ഷേ അക്കാര്യത്തിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ മാസം 26 മുതൽ കോടതി അവസരം നൽകിയിട്ടുണ്ട്. 1600 രേഖകളാണ് കേസിൽ കൈമാറിയത്. ക്രിമിനൽ നടപടിച്ചട്ടം 313 പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നവംബറിൽ വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് ആണ് വിധി പറയേണ്ടത്. ഏതാണ്ട് 100 ദിവസത്തോളം നീണ്ടു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം എന്നുള്ളതും ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 4.5 വർഷമാണ് സാക്ഷി വിസ്താരം നീണ്ടുപോയത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, വസ്തുതയാണ്. 2017 ഫെബ്രുവരി 2 അങ്കമാലിയിൽ വെച്ച് ഓടുന്ന വാഹനത്തിൽ യുവനടി ആക്രമണത്തിന് ഇരയായത്. 2017 നടന്നൊരു സംഭവം, അതിന്റെ വാദങ്ങളെല്ലാം പൂർത്തിയായി വിധി പറയാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നവംബറിൽ ആ വിധി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. അതിന്റെയൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കോടതിയാണ്. ശ്രീകാന്താണ്, കേരളം ഏറെ കാത്തിരിക്കുന്ന ഒരു കേസ് കൂടിയാണ്. അതെ, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.